ഹലോ, അപ്പോൾ ദാ ഞങ്ങൾ കൊച്ചി പോണതിൻ്റെ വീഡിയോയുടെ ബാക്കിയാണ് കേട്ടോ. ബാക്കിയിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ദാ ഞങ്ങൾ ബസ്സിൽ പോയിട്ട് ദേ അവിടെ തോപ്പുംപടിയിൽ ഞങ്ങൾ ചെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്കൊന്ന് മെഡിക്കൽ സ്റ്റോറിൽ പോകണമായിരുന്നു. അങ്ങനെ ദാ മെഡിക്കൽ സ്റ്റോറിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നടക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്കൊരു ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓട്ടോയിൽ ഞങ്ങൾ അമ്മായിയുടെ അങ്ങോട്ട് പോവുകയാണേ. കുന്നുംപുറം എന്നാണ് കേട്ടോ അമ്മായിയുടെ ആ ഒരു സ്ഥലത്തിൻ്റെ പേര് വരുന്നത്. അങ്ങനെ തന്നെ ഞങ്ങൾ ഓട്ടോയിൽ വന്ന് ഇറങ്ങിയിട്ട് അവിടുത്തെ ഞങ്ങൾ നടക്കുവാണ് കേട്ടോ അമ്മായിയുടെ അങ്ങോട്ട് പോകാനെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മായിയുടെ അവിടെ പോയി നിൽക്കാനൊക്കെ. അമ്മായിയുടെ സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അവിടെ അമ്മായി നന്നായിട്ട് കുക്ക് ചെയ്യുവേ. അതുപോലെ തന്നെ എല്ലാവർക്കും ആ റെസിപ്പീസൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ അമ്മായിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. എല്ലാവരും കൂടി ഉണ്ടായ വീഡിയോസോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ എല്ലാവരും കൂടുമ്പോൾ നല്ല രസമാണ് കേട്ടോ. നല്ല തമാശയൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവരും കൂടെ കൂടാനായിട്ട്. അങ്ങനെ തന്നെ ഞങ്ങൾ ബാബി അടുത്ത പ്രണതി ബുട്ടിക്കിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയാണ് കേട്ടോ ബാബി ഇവിടുത്തെ സ്റ്റാഫാണ്. അപ്പോൾ ഇതാ പ്രണതി ബുട്ടിക്കിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ ബുട്ടിക്കിൻ്റെ ഓണർ. എല്ലാവരും മണിക്കുട്ടി എന്നാണ് കേട്ടോ വിളിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്നത്. ബാബി പറഞ്ഞ് എനിക്ക് മണിക്കുട്ടീനെ നന്നായിട്ട് അറിയാം കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പോവുകയാണ്. പിന്നെ അവരവിടെ എന്തൊക്കെയോ അവരുടെ ബുട്ടിക്കിലെ കാര്യങ്ങൾ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങാൻ പോകുമായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ അവിടെ കുറച്ച് നേരം ബാബിനെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ബാബി വരുന്നുണ്ട് കേട്ടോ. എനിക്കിവിടെ കൊച്ചിയിൽ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബാബിയായിട്ട് നല്ല കൂട്ടാണ്. പിന്നെ അമ്മായിയുടെ മക്കളും എല്ലാവരും നല്ല കമ്പനിയാണ് കേട്ടോ. ശരിക്കും ഞങ്ങളെങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കേട്ടോ അവരും. എല്ലാവരുമായിട്ട് അടിച്ചു പൊളിച്ച് ഒരു ദിവസമായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും പിന്നെ ബാബിക്ക് അവിടെ മോളുടെ ചെരുപ്പ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ടാണ് കേട്ടോ നേരെ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോഴേക്കും ബാബി ഫോൺ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ച് ബൊട്ടിക്കിൽ പോയിട്ട് ഞാൻ പിന്നെ ഫോണൊക്കെ എടുത്ത് കൊടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ പിന്നെയും പോന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ചെരുപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. ഇവിടെ ശരിക്കും ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ തന്നെ ഇവിടെ ഫുള്ള് ഷോപ്പാണ്. പിന്നെ ക്രിസ്മസിൻ്റെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ശരിക്കും ഒന്നും വാങ്ങിയില്ലെങ്കിൽ പോലും എനിക്ക് ഇങ്ങനെയൊക്കെ കാണാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചെരുപ്പുകൾ കാണാൻ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെരുപ്പൊക്കെ എനിക്ക് ഭയങ്കര ക്രേസ് ഉള്ളൊരു സംഭവമാണ് കേട്ടോ. അങ്ങനെ തന്നെ ഞങ്ങൾ പിന്നെ തിരിച്ചത് വീട്ടിലേക്ക് പോവുകയാണ്. പിള്ളേരൊക്കെ വീട്ടിലായിരുന്നു കേട്ടോ. അവരെല്ലാവരും കളിയിലായിരുന്നത് കൊണ്ട് തന്നെ വരണമെന്നുള്ള വാശിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വൈകിട്ട് കല്യാണത്തിൻ്റെ അങ്ങോട്ട് പോകണം. അതൊക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇടാവേ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ.